ശവമഞ്ചം ഞങ്ങളുടെ ഇരിപ്പിടത്തിനരികേക്കാണ് കൊണ്ടുവന്നത്. അതുകൊണ്ട് എല്ലാ കർമ്മങ്ങളും ഞങ്ങൾ നന്നായി കണ്ടു. പാവം ലൂസി, അവൾ വല്ലാതെ പതറിപ്പോയി. ആ സമയം അത്രയും അവൾ അസ്വസ്ഥയായിരുന്നു. ദുസ്വപ്നങ്ങൾ അവളുടെ ആരോഗ്യത്തെ ബാധിക്കാൻ തുടങ്ങിയിരിക്കുന്നുവെന്ന് എനിക്ക് തോന്നി. പക്ഷേ ഒരു കാര്യം വളരെ വിചിത്രമായിരുന്നു. ഈ സമാധാനമില്ലായ്മയ്ക്ക് എന്താണ് കാരണമെന്ന് അവൾ ഒരിക്കലും പറയുന്നില്ല. അല്ലെങ്കിൽ അതെന്താണെന്ന് അവൾക്ക് തന്നെ അറിഞ്ഞുകൂടാ. വേറൊരു കാരണം കൂടിയുണ്ട്. കഴുത്ത് പൊളിഞ്ഞ നിലയിൽ ആ സ്നേഹവാനായ വയസ്സൻ സെയിൽസ് ഇന്ന് കാലത്ത് ഞങ്ങളുടെ ഇരിപ്പിടത്തിനരികെ മരിച്ചു കിടക്കുന്നത് കണ്ടു. എന്തോ കണ്ട് ഭയപ്പെട്ട് ബെഞ്ചിന്മേൽ നിന്ന് പിന്നോക്കം വീണതാണെന്നാണ് ഡോക്ടർ അഭിപ്രായപ്പെട്ടത്. കാരണം അദ്ദേഹത്തിന്റെ മുഖത്ത് അപ്പോഴും ഭയത്തിന്റെയും ഉദ്യോഗത്തിന്റെയും നിഴൽപ്പാടുകൾ ഉണ്ടായിരുന്നുവത്രേ. അത് കണ്ടവരെല്ലാം ഞെട്ടിത്തെറിച്ചു പോയെന്നാണ് പറഞ്ഞു കേട്ടത്. പാവം വൃദ്ധൻ. ഒരുപക്ഷെ മരണത്തെ അയാൾ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടിരിക്കാം. ലൂസി വളരെ വികാരവിഷയും മൃദുല ചിത്തയുമാണ്. ബാഹ്യപ്രേരണകൾ മറ്റുള്ളവരെക്കാൾ കൂടുതൽ കണിശമായി അവളെ ബാധിക്കും. ഇപ്പോൾ തന്നെ അവളെ ആകെ തകർത്തു കളഞ്ഞ ഒരു ചെറിയ സംഭവമുണ്ടായി. എനിക്ക് മൃഗങ്ങളെ വളരെ പ്രിയമാണെങ്കിലും ഞാൻ ആ കാര്യത്തിൽ അധികം ശ്രദ്ധയുണ്ടായിരുന്നില്ല. ഇവിടെ സാധാരണയായി ബോട്ടുകൾ നോക്കാനായി ഒരാൾ തൻ്റെ നായയെയും കൂട്ടി വരാറുണ്ട്. ആ നായ ഒരിക്കലും അയാളെ വിട്ടുപിരിയാറില്ല. അയാൾ ദേഷ്യപ്പെടുന്നതോ നായ ഒരിക്കലെങ്കിലും കുരയ്ക്കുന്നതോ ഞാൻ കേട്ടിട്ടേയില്ല. രണ്ടുപേരും വളരെ ശാന്തരാണ്. സംസ്കാര കർമ്മത്തിന്റെ അവരവിടെയുണ്ടായിരുന്നു. പക്ഷെ നായ തൻ്റെ യജമാന്റെ അടുത്തേക്ക് വന്നില്ല. അദ്ദേഹം ഞങ്ങളുടെ അരികെ ഇരിക്കുകയായിരുന്നു. നായ ഒട്ടകലെ നിന്ന് ഓളിയിടുവാൻ തുടങ്ങി. യജമാനൻ വളരെ ശാന്തനായി അതിനോട് ഒച്ചയെടുക്കാതെ കിടക്കാൻ പറഞ്ഞു. തുടർന്ന് അയാളുടെ സ്വരം കർക്കശമായി. ഒടുവിൽ കോപം എടുത്തു. പക്ഷെ എന്നിട്ട് നായ ഓളിയിടുന്നത് നിർത്തുകയോ നിന്നിടത്തു നിന്ന് അനങ്ങുകയോ ചെയ്തില്ല. രോമങ്ങൾ അടുത്തു പിടിച്ച് കണ്ണുകളിൽ ഭീകരതയുടെ ചോലകളുമായി അതിൽ നിന്ന് ഓളിയിടുകയായിരുന്നു. ഒടുവിൽ ആ മനുഷ്യന്റെ കോപം സഹിക്കാതായി. അയാൾ ചാടി ഇറങ്ങിച്ചെന്ന് അതിനെ ഒരു ചവിട്ട് കൊടുത്തു. എന്നിട്ട് കഴുത്തിൽ തൂക്കി പിടിച്ചെടുത്ത് വലിച്ചിഴച്ചു കൊണ്ടുവന്ന്